ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പാത്രങ്ങളുടെയൊക്കെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ട്രെൻഡ്യുകളിൽ റമദാനൊക്കെ ആയിട്ട് പ്രമാണിച്ച് നല്ലൊരു സെയിൽ നടന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കുക്കിംഗ് സെറ്റും പിന്നെ പാൻ സെറ്റും കട്ടിംഗ് ബോർഡും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡൈനിങ് സെറ്റും ഒക്കെ ആയിട്ട് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ടാക്കിൻ്റെ ഒരു മാസ്റ്റർ കുക്ക്വെയർ സെറ്റാണ് കേട്ടോ. ഇതൊരു 7 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിൽ പാനും പിന്നെ ഒരു 3 പോട്ടും പിന്നെ 3 ലിഡും അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല വെയിറ്റുള്ള നല്ല പാത്രങ്ങളാണ് കേട്ടോ. ഇത് ഗ്രാനൈറ്റിൻ്റെ ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാനിത് ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ട് നല്ല ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളറ് ബ്ലാക്കും ഗ്രേയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു നല്ലതാവോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് പാൻ എന്ന് പറയുന്നത്, പോട്ട് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ. ഇത് നമുക്ക് തോരൻ വെക്കാനും പിന്നെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കറികളൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണ് കേട്ടോ. നല്ല വെയിറ്റുമാണ് കേട്ടോ. ലിഡിനും നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു പോട്ടിൻ്റെ സൈസ് വന്നേക്കുന്ന ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ, അതും നല്ല ഷേപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കറിയൊക്കെ ആക്കുമ്പോൾ തിളച്ച് പുറത്തേക്കൊന്നും പോകുന്ന ടൈപ്പല്ല. പിന്നെ ഇതാണ് അതിൻ്റെ അടുത്ത സൈസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബിരിയാണിയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സൈസിലുള്ള പോട്ടാണ് കേട്ടോ. ഒരു 3 പേർക്കൊക്കെ ബിരിയാണിയൊക്കെ ആക്കാൻ പറ്റിയ സൈസിലുള്ളതാണ്. പിന്നെ ഈ ഒരു പോട്ട് എന്ന് പറയുന്നത് കുറച്ച് പരന്ന ടൈപ്പാണ് എങ്കിലും അത്യാവശ്യം നല്ല വിട്തൊക്കെ ഉള്ള പോട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ മസാലയൊക്കെ ആക്കാൻ പറ്റിയ ഒരു ടൈപ്പിലുള്ള പോട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു ഫ്രൈയിങ് പാനാണ്. അപ്പോൾ ഇതിനും ആ ഒരു ലാസ്റ്റ് കാണിച്ച പോട്ടിൻ്റെയും ലിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഫ്രൈയിങ് പാനിൽ. അപ്പോൾ നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റി ഉള്ള പോട്ടുകളാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു 3 പീസിൻ്റെ ഒരു പാൻ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് പാൻ എന്ന് പറയുമ്പോൾ വിത്ത് ലിഡായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാൻ സെറ്റാണ് കേട്ടോ. ഇവരുടെ പാക്കിംഗ് ഒക്കെ നല്ല പക്കയായിരുന്നു കേട്ടോ. ഒരു ഡാമേജോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നല്ല സെക്യൂർ ആയിട്ടാണ് എത്തിയിട്ടാ. അപ്പോൾ ഇതാണ് പാൻ സെറ്റിലെ ഏറ്റവും വലിയ പാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ തോരൻ വെക്കാനും എന്തെങ്കിലും നമുക്ക് കറികളൊക്കെ ആക്കാനൊക്കെ പറ്റുന്ന ഒരു സൈസിലുള്ള പാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലിഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹൈലൈറ്റ്. നമുക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ട് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഇതുപോലെ പാൻ ആയതുകൊണ്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യാനും എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് ഏറ്റവും ചെറിയ പാൻ കേട്ടോ. ഇത് നമുക്ക് ഓംപ്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല പാനാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും വിത്ത് ലിഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പാത്രമല്ലേ. അപ്പോൾ ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല വെയിറ്റും ഒക്കെയുള്ള നല്ല 3 പീസ് പാൻ സെറ്റാണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത് വളരെ ചീപ്പ് പ്രൈസിലാണ് എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് ഓഫറിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർഡറാക്കി എടുത്തതാണ്. പിന്നെ വാങ്ങിച്ചത് ഞാൻ ഈ ഒരു സിലിക്കണിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതൊരു 3 പീസ് കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ഉള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു സിലിക്കണിൻ്റെ ടൈപ്പ് യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിടിക്കുമോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും നല്ല ക്വാളിറ്റിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഉപയോഗിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ. പിന്നെ ലാസ്റ്റത്തായിട്ടെന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ് കേട്ടോ. ഇതൊരു 14 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബൗളും പ്ലേറ്റും അങ്ങനെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ പെയറ് എനിക്ക് ഡെലിവറി ചെയ്ത സമയത്ത് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് റിട്ടേൺ ആക്കാനൊന്നും നിന്നില്ല. എനിക്ക് വളരെ ലോ പ്രൈസിൽ കിട്ടിയത് കൊണ്ട് തന്നെ പിന്നെ ഞാനത് റിട്ടേൺ ആക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്ലേറ്റ് ഉണ്ടോ, ഇതിൻ്റെ 6 സെറ്റാണ് കേട്ടോ ഉള്ളത്. രണ്ട് പ്ലേറ്റ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഡിസൈനായിട്ടുള്ള നല്ല പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് എന്നൊക്കെ പറയുന്നത് ദോശ, ചട്നി അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതിനും യൂസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ നല്ലതാണ്. എന്തെങ്കിലും സ്നാക്സോ അങ്ങനെയൊക്കെ വെച്ച് സെർവ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാവരും നല്ല ഡിസൈനും നല്ല ക്വാളിറ്റിയും നല്ല വെയിറ്റും ഒക്കെയുള്ള നല്ല പാത്രങ്ങളാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഈ ഒരു ബൗള്.
ഇതും ഒരിത്തിരി വലിപ്പമുള്ള ബൗളാണ് എങ്കിലും വലിയ ഡെപ്തൊന്നുമില്ല. പക്ഷേ സെർവ് ചെയ്യാനൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ദോശ, ചട്നി അതിനൊക്കെ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ തന്നെ ചെറിയ സൈസിലുള്ള ഒരു 4 ബൗളും ഉണ്ട്. അങ്ങനെ മൊത്തം 14 പീസാണ്. പക്ഷേ എൻ്റേതെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയതുകൊണ്ട് ഇപ്പോൾ 13 പീസേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് ഞാൻ ട്രെൻഡി വേൾഡ്ന്ന് വാങ്ങിച്ചത്. അപ്പോൾ റമദാൻ്റെ ആ ഒരു മെഗാ സെയിലിൽ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് ട്ടോ പാത്രങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഓഫേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.